ഞാൻ ഫെമിനിസത്തിൽ വിശ്വസിക്കുന്നില്ല. ഫെമിനിസം പോട്ടെ, ഈക്വാലിറ്റി വരട്ടെ, ഇങ്ങനെയുള്ള കുറേ സ്റ്റേറ്റ്മെന്റ്സ് കേട്ട് മടുത്തു. ഈ ഫെമിനിസം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഈക്വാലിറ്റി എന്നാണ്. മെസ്സൂജിങ്, മിസാൻഡ്രി, ഇതിനെയാണ് നമ്മൾ വെറുക്കേണ്ടത്. മലയാളത്തിൽ പറഞ്ഞാൽ സ്ത്രീ വിദ്വേഷം, പുരുഷ വിദ്വേഷം. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ജെൻഡറിന്റെ കൂടെ മാത്രം നിൽക്കുന്നത്, ഇതിനെയാണ് നമ്മൾ വിമർശിക്കേണ്ടത്. ഗ്രീഷ്മ തെറ്റിയത് ഗ്രീഷ്മയുടെ ഒപ്പം നമ്മൾ നിൽക്കാൻ പാടില്ല. ഗോവിന്ദചാമി തെറ്റിയത് ഗോവിന്ദചാമിയുടെ ഒപ്പം നിൽക്കാൻ പാടില്ല. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെ ഒരു കപ്പിൾ സെഷനിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൽ സ്ത്രീകളുടെ കൂടെ ഒരിക്കലും നിൽക്കാറില്ല. സ്ത്രീകളുടെ ഭാഗത്ത് ന്യായമെങ്കിൽ സ്ത്രീകളുടെ ഭാഗത്ത് നിൽക്കും, പുരുഷന്റെ ഭാഗത്ത് ന്യായമാണെങ്കിൽ പുരുഷന്റെ ഭാഗത്ത് നിൽക്കും. ഒരുപാട് ആൾക്കാർക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ ഞാൻ ഫെമിനിസത്തിൽ വിശ്വസിക്കുന്നില്ല, ഞാൻ ഫെമിനിസം തെറ്റാണ്, ഫെമിനിസം ലോകം നശിപ്പിക്കുന്നു, ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ പറയാതിരിക്കാൻ ഒന്ന് ശ്രമിക്കുക. നമ്മൾ ഈക്വാലിറ്റി എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ ഒരിക്കലും സ്ത്രീ വിദ്വേഷം, പുരുഷ വിദ്വേഷം എൻകറേജ് ചെയ്യണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. വിമൻസ് അസോസിയേഷൻ, മെൻസ് അസോസിയേഷൻ, വിമൻസ് അസോസിയേഷൻ ഉണ്ടാക്കാനുള്ള റീസൺ എന്താ പറയുക, സ്ത്രീകൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളുണ്ടാണ്. ഇപ്പോൾ പുരുഷന്മാർ ബുദ്ധിമുട്ട് അനുഭവിക്കണമെങ്കിൽ പുരുഷന്മാർ അസോസിയേഷൻ ഉണ്ടാക്കട്ടെ. അത് വെച്ചിട്ട് സ്ത്രീകൾക്ക് പ്രശ്നം ഉണ്ടാവുകയും തിരിച്ച് സ്ത്രീകളുടെ കാര്യങ്ങൾ പറയുമ്പോൾ പുരുഷന്മാർക്കും പ്രശ്നം ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഇപ്പം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു കുടുംബത്തിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ ആൺകുട്ടിയോട് പെങ്ങളെ കെട്ടിച്ചുവിടേണ്ടതും പെങ്ങൾക്ക് ജോലി കിട്ടേണ്ടതും പെങ്ങളുടെ അളിയൻ്റെയും കാര്യം നോക്കേണ്ടതും പെങ്ങളുടെ ഗർഭം വരുമ്പോൾ അതിൻ്റെ ചെലവ് നോക്കേണ്ടതും അവൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറയാതിരിക്കുക. അതുപോലെ തന്നെ പെൺകുട്ടിയോട് എന്താ പറയുക, ചേട്ടന് പഠിക്കണം അതുകൊണ്ട് മോള് പഠിക്കണ്ട, ചേട്ടൻ ഒരു ആൺകുട്ടി ആയതുകൊണ്ട് ചേട്ടൻ പഠിച്ചു കയറട്ടെ എന്നും പറയാതിരിക്കുക. പിന്നെ എന്താ പറയുക, സ്ത്രീകളുടെ ഭംഗി എന്ന് പറയുന്നത് കുട്ടികളെ നോക്കുന്നതിലാണ്. അതെന്തിന് പുരുഷന് കൊടുക്കണം? എല്ലാവരും വീട്ടിൽ എന്താ പറയുക, ജോലി കുറഞ്ഞിരിക്കുന്ന ആൾക്കാരല്ല, ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതും കുട്ടിയെ നോക്കുന്നതും ഒക്കെ അമ്മയും അച്ഛനും ഒരുമിച്ച് ചെയ്തു എന്ന് വെച്ചിട്ട് ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. സോ നമുക്ക് ഈക്വാലിറ്റി എന്നുള്ള വാക്ക്, ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഈക്വാലിറ്റി, അല്ലാണ്ട് മെന്നിസം എന്ന് പറയുന്ന വാക്ക് അത് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ പീപ്പിൾ ആർ ഡൂയിങ് ദിസ്. നമ്മൾ ഒരു ജെൻഡറിനെ നമ്മൾ എന്താ പറയുക, വിരോധം കാണിക്കാതെ നമുക്ക് നീതി എവിടെയോ അവിടെ നിൽക്കാൻ പഠിക്കാം. ഡോക്ടർ ഗായത്രി മേനൻ, ഡോക്ടർ ഗായത്രീസ് വെൽനസ് സ്പേസ്.